ഗാസയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള അതിർത്തി മേഖല ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയുടെ സ്റ്റോപ്പേജ് പോയിന്റ് നമ്മുടെ കൈകളിലായിരിക്കണം, അത് അടച്ചിരിക്കണം. മറ്റൊരു ക്രമീകരണവും ഞങ്ങൾ ആഗ്രഹിക്കുന്ന സൈനികവൽക്കരണം ഉറപ്പാക്കില്ലെന്ന് വ്യക്തമാണെന്ന് നെതന്യാഹു വാർത്താ സമ്മേളനത്തിനിടെ പറഞ്ഞു. ഒക്ടോബർ 7 അതിർത്തി കടന്ന് യുദ്ധത്തിന് തുടക്കമിട്ട പലസ്തീൻ തീവ്രവാദി സംഘം നടത്തിയ കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും ആവർത്തിക്കാതിരിക്കാൻ ഗാസയിലെ ഹമാസിനെ നശിപ്പിക്കാനും പ്രദേശത്തെ സൈനികവൽക്കരിക്കാനും വിഘടനവൽക്കരിക്കാനും ഉദ്ദേശിക്കുന്നതായി ഇസ്രയേൽ പറഞ്ഞു. യുദ്ധം അതിന്റെ ഉച്ചാവസ്ഥയിലാണ്. ഞങ്ങൾ എല്ലാ മുന്നണികളിലും പോരാടുകയാണ്. വിജയം കൈവരിക്കാൻ സമയം വേണ്ടിവരുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ ദിവസേനയുള്ള വെടിവെപ്പിൽ ഇറാനെ നേരിട്ട് ആക്രമിക്കാനുള്ള അപൂർവ ഭീഷണിയെക്കുറിച്ചും നെതന്യാഹു സൂചന നൽകി. ഹിസ്ബുള്ള യുദ്ധം വിപുലീകരിക്കുകയാണെങ്കിൽ അവർ സ്വപ്നത്തിൽ പോലും കാണാത്ത പ്രഹരം നേരിടേണ്ടി വരും. അതുപോലെ ഇറാനും. അതിനിടെ പുതിയ അടിയന്തര ആയുധ വിൽപ്പനയ്ക്കുള്ള അംഗീകാരം, ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN സുരക്ഷാ കൌൺസിൽ പ്രമേയം തടയൽ എന്നിവ ഉൾപ്പെടെയുള്ള തുടർച്ചയായ പിന്തുണയ്ക്ക് നെതന്യാഹു ബൈഡൻ ഭരണകൂടത്തിന് നന്ദി പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നത് ഹമാസിന്റെ വിജയമാണെന്ന് ഇസ്രയേൽ വാദിക്കുന്നു. ഇത് ബൈഡൻ ഭരണകൂടം പങ്കിട്ട ഒരു നിലപാടാണ്. എന്നാൽ പലസ്തീൻ സിവിലിയന്മാർക്ക് ദോഷം ചെയ്യാതിരിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കുന്നുമുണ്ട്. അതിനിടെ ഇസ്രയേൽ സൈന്യം തങ്ങളുടെ കര ആക്രമണം വിപുലീകരിച്ചതോടെ 10,000-കണക്കിന് പലസ്തീനികൾ ഗാസയുടെ തെക്കേയറ്റത്തുള്ള റാഫ നഗരത്തിലേക്ക് ഒഴുകിയെത്തി. ആയിരക്കണക്കിന് കൂടാരങ്ങളും താൽക്കാലിക കുടിലുകളും റാഫയുടെ പ്രാന്തപ്രദേശത്ത് UN വെയർഹൌസുകൾക്ക് സമീപം സ്ഥാപിച്ചിട്ടുമുണ്ട്. നാടുവിട്ട ആളുകൾ കാൽനടയായോ ട്രക്കുകളിലോ വണ്ടികളിലോ മെത്തകൾ നിരത്തി റാഫയിലെത്തി. തടിച്ചുകൂടിയ ഷെൽട്ടറുകളിൽ ഇടം കിട്ടാത്തവർ വഴിയോരങ്ങൾ ടെന്റുകളിട്ടു. ഞായറാഴ്ച ഇസ്രയേൽ സൈന്യം മധ്യഗാസയിൽ രൂക്ഷമായ വ്യോമാക്രമണം നടത്തി. അൽമഗാസ, അൽബുറൈജ് എന്നീ അഭയാർത്ഥി ക്യാമ്പുകളിലായിരുന്നു ലക്ഷ്യം. ഒരു വീട്ടിലുണ്ടായിരുന്ന 8 പേർ കൊല്ലപ്പെട്ടു. അതിനിടെ ഗാസയിൽ യുദ്ധം അവസാനിക്കാൻ മാസങ്ങളെടുക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. യുദ്ധത്തിൽ സവിശേഷമായ ധാർമ്മികതയാണ് ഇസ്രയേൽ പുലർത്തുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഞായറാഴ്ച രാത്രി മധ്യഗാസയിൽ വൻ ആക്രമണം നടന്നതിനാൽ കൂടുതൽ പേർ ഈജിപ്ത് അതിർത്തിയിലുള്ള റാഫയിലേക്ക് പലായനം ചെയ്തു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 21,822 ആയി. 56,451 പേർക്ക് പരിക്കേറ്റു. ഗാസയിലെ 40% പേരും ക്ഷാമത്തിന്റെ വക്കിലാണെന്ന് UN പറഞ്ഞു. ഊർജ്ജമന്ത്രി ഇസ്രയേൽ കാറ്റ്സിനെ പുതിയ വിദേശകാര്യമന്ത്രിയായി ഇസ്രയേൽ സർക്കാർ ഞായറാഴ്ച നിയമിച്ചു. 1 വർഷത്തോളം വിദേശകാര്യമന്ത്രിയായിരുന്ന ഏലി കോഹന് ഊർജ്ജമന്ത്രിയുടെ ചുമതല നൽകി. സുരക്ഷാ മന്ത്രിസഭാംഗമായി കോഹൻ തുടരും. മുൻധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരുടെയും മന്ത്രിസ്ഥാനങ്ങൾ പരസ്പരം മാറ്റിയതെന്ന് സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയിലെ അംഗങ്ങളാണ് രണ്ടുപേരും. ഞായറാഴ്ച ഇസ്രയേൽ സൈന്യം മധ്യഗാസയിൽ രൂക്ഷമായ വ്യോമാക്രമണം നടത്തി. അതിനിടെ യുദ്ധം മൂർധന്യാവസ്ഥയിലാണെന്നും ഗാസയുടെ ഈജിപ്ത് അതിർത്തി ഇസ്രയേൽ പിടിച്ചെടുക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. പലായനം ചെയ്ത പലസ്തീൻകാർ തിങ്ങി നിറഞ്ഞ പ്രദേശമാണിവിടം. 2005 ഗാസയിൽ നിന്ന് ഒഴിഞ്ഞുപോയ ഇസ്രയേൽ അതിർത്തിയുടെ നിയന്ത്രണം പിടിച്ചെടുത്താൽ അത് പഴയ സ്ഥിതിയിലേക്കുള്ള തിരിച്ചുപോക്കാകും. ഗാസയുടെ ഭാവിയും പലസ്തീൻ രാഷ്ട്രത്തിനുള്ള സാധ്യതയും പ്രതിസന്ധിയിലാകും. ഈജിപ്ത് അതിർത്തി വഴിയാണ് ഹമാസിന് ആയുധം എത്തിയത് എന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. ഇതേക്കുറിച്ചോ അതിർത്തി പിടിച്ചെടുക്കുമെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവനയെക്കുറിച്ചോ ഈജിപ്ത് പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.